ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്തത് കണ്ടതിന് ദൃക്സാക്ഷികൾ. പ്രദേശവാസികളായ 6 പേരാണ് പ്രത്യേക അന്വേഷണ സംഘമായ SITയെ സമീപിച്ചിരിക്കുന്നത്. അതിനിടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തു വന്നിട്ടുണ്ട്. മാർക്ക് ചെയ്യാത്ത സ്പോട്ടിൽ നിന്നും ലഭിച്ചത് ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥികൂടവും ഒരു തലയോട്ടിയുമാണ്. 1 മുതൽ 13 വരെയുള്ള സ്പോട്ടുകൾ മാർക്ക് ചെയ്തതിൽ ഏറ്റവും അവസാനത്തെ സ്പോട്ടിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. നേത്രാവതി പുഴയുടെ തീരത്ത് സ്നാനഘട്ടത്തിന് സമീപമാണ് 13ാം നമ്പർ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തത് കണ്ടു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ ധർമ്മസ്ഥലയിൽ കൂട്ടസംസ്കാരങ്ങൾ നടന്നുവെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കുഴിച്ചു പരിശോധനയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത് 100ലേറെ അസ്ഥികളായിരുന്നു. പൂർണ്ണ അസ്ഥികൂടവും തലയൊട്ടിയും കണ്ടെത്തി. 1.5 വർഷം മുന്നേ ഒരാൾ ആത്മഹത്യ ചെയ്തതും വിവരം ലഭിച്ചിരുന്നു. മരത്തിൽ കെട്ടിയ നിലയിൽ ചുവപ്പ് സാരിയും കണ്ടെത്തി. അതേസമയം ധർമ്മസ്ഥലയിൽ കൂട്ടസംസ്കാരങ്ങൾ നടത്തിയത് സംബന്ധിച്ച് വീണ്ടും പരാതി ഉയർന്നിരുന്നു. 2002-2003 കാലയളവിൽ 15 വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹം പരിശോധനകൾ ഇല്ലാതെ കുഴിച്ചുമൂടിയതിന് സാക്ഷിയാണെന്ന് പറഞ്ഞ ആക്ഷൻ കമ്മിറ്റി അംഗമായ ജയൻ എന്ന യുവാവാണ് SITയെ സമീപിച്ചത്. തുടർന്ന് പരാതി ധർമ്മസ്ഥല പോലീസിന് കൈമാറുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനിടെ തിരച്ചിൽ 7ാം ദിവസത്തിലേക്കും കടക്കും. ഇന്നലെ തിരച്ചിൽ നടത്താതെ മാറ്റിവെച്ച 13ാം നമ്പർ പോയിന്റിൽ ആണ് രാവിലെ പരിശോധന നടക്കുന്നത്. അതിനിടെ ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതെന്ന് തിരിച്ചറിയാൻ SIT ശ്രമങ്ങൾ തുടങ്ങി. നിലവിൽ അന്വേഷിക്കുന്ന മരണങ്ങൾ ആ അസ്ഥികൂടത്തിന് കാര്യമായ പങ്കില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മുൻ ശുചീകരണ തൊഴിലാളി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോയിന്റിൽ 11ന് സമീപം ഉൾവനത്തിലായിരുന്നു പുതുതായി പരിശോധന നടന്നത്. അതിനിടെ പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചകളും പുറത്തായിരുന്നു. ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ദുരൂഹ മരണങ്ങളുടെ നിർണായക രേഖകൾ നശിപ്പിച്ചതോടെ SIT കണ്ടെത്തുന്ന വിവരങ്ങൾ ഒത്തുനോക്കാൻ പോലും മുൻരേഖകൾ ഇല്ലാതായി. ഉച്ചയോടെയാണ് പുതിയ സ്ഥലത്ത് അസ്ഥികൾ കണ്ടെത്തിയത്. ഉടൻ അന്വേഷണ ഉദ്യോഗസ്ഥർ SP ജിതേന്ദ്രകുമാർ ദയാമ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ നേതൃത്വം നൽകി. നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പോയിന്റ് നമ്പർ 11ൽ നിന്നും 100 അടി അകലെയാണ് മനുഷ്യ ശരീര ഭാഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് സൂചന ലഭിച്ചത്. മുഖ്യ സാക്ഷി കൂടിയായ ശുചീകരണ തൊഴിലാളി ഇതുവരെ ചൂണ്ടിക്കാണിക്കാത്ത സ്ഥലമാണിത്. ഇതോടെ ഇന്ന് തിരച്ചിൽ നടക്കേണ്ടിയിരുന്ന പോയിന്റുകളിൽ തിരച്ചിൽ നടന്നിട്ടില്ല. അതിനിടെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ 2000 മുതൽ 2025 വരെ റിപ്പോർട്ട് ചെയ്ത ദുരൂഹ മരണങ്ങളുടെയും അജ്ഞാത മൃതദേഹങ്ങളുടെയും നിർണായക വിവരങ്ങൾ നശിപ്പിച്ചെന്നും വ്യക്തമായിരുന്നു. FIRകൾ, പോസ്റ്റ്മോർട്ടം രേഖകൾ, മൃതദേഹങ്ങളുടെ ഫോട്ടോകൾ അടക്കമുള്ള വിവരങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. അപ്രധാനമായതിനാലാണ് ഇവ നശിപ്പിച്ചതെന്ന് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയും ലഭിച്ചു. 2015 വരെ ധർമ്മസ്ഥല ഈ സ്റ്റേഷനു കീഴിലായിരുന്നു. കൊലപാതകങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് നീക്കം എന്നാണ് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചത്. ധർമ്മസ്ഥലയിൽ തെരച്ചിലിന് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാക്കി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തിയിരുന്നു. ഇതുപയോഗിച്ച് സാക്ഷി ചൂണ്ടിക്കാണിച്ച മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കണമെന്നായിരുന്നു ആവശ്യം. അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ സാക്ഷിക്ക് ഭീഷണിയുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലായിരുന്നു ആക്ഷൻ കൗൺസിൽ നിലപാട് ശക്തമാക്കിയത്. 2012 ഒക്ടോബർ 9 കർണാടകയിലെ മഞ്ജുനാഥേശ്വര കോളേജിൽ 2ാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യ കോളേജ് വിട്ട് നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിനരികെ ബസ് ഇറങ്ങി. പാതി വഴിയിൽ വെച്ച് കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. അന്ന് മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. പക്ഷേ സൗജന്യ വീട്ടിൽ എത്തിയില്ല. എത്തേണ്ട സമയം ഏറെ കഴിഞ്ഞിട്ടും മകളെ കാണാതെ മാതാപിതാക്കൾ ആകുലപ്പെട്ടു. അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. വഴിയിൽ അവൾക്കെന്തോ അപകടം സംഭവിച്ചു എന്ന ഭയം പതിയെ ആ വീടിനെ ചൂഴ്ന്നു. ബസ് ഇറങ്ങി സൗജന്യ വീട്ടിലേക്ക് നടന്നു വരുന്നത് കണ്ടവരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവൾക്ക് എന്തു സംഭവിച്ചു എന്ന് ആർക്കും അറിയുമായിരുന്നില്ല. അധികം വൈകാതെ ആ വാർത്തയെത്തി. ധർമ്മസ്ഥലയ്ക്ക് സമീപത്തെ വനത്തിൽ സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിക്രൂരമായി പിച്ചുചീന്തിയ നിലയിൽ. സാഹചര്യ തെളിവുകൾ 3 പേരിലേക്ക് നീണ്ടു. 3 പേരും മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ട്രസ്റ്റിമാർ. എന്നാൽ നാട്ടുകാരും വീട്ടുകാരും സൂചനകൾ നൽകിയിട്ടും ഒടുവിൽ പോലീസ് പിടികൂടിയത് ആ നാട്ടുകാരനല്ലാത്ത മാനസിക പ്രശ്നങ്ങൾ ഉള്ള സന്തോഷ് റാവു എന്ന യുവാവിനെ. സന്തോഷ് അല്ല കൊലയാളി എന്ന് കുടുംബം പറഞ്ഞിട്ട് പോലീസ് കേട്ടില്ല. പിന്നീട് മതിയായ തെളിവുകളുടെ അഭാവത്തിൽ 2023 ജൂൺ 16 CBI കോടതി ഇയാളെ വെറുതെ വിട്ടു. ഇതാണ് ധർമ്മസ്ഥലയെ പിടിച്ചുകുലുക്കിയ ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ലാത്ത രേഖപ്പെടുത്തപ്പെട്ട അവസാനത്തെ ദുരൂഹ മരണം. സൗജന്യയുടെ മരണം വീണ്ടും സജീവമായി ഉയർന്നു വന്നത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ്. 100ലേറെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ കുഴിച്ചുമൂടാൻ താൻ നിർബന്ധിതനായിട്ടുണ്ടെന്നും കൊല ചെയ്യപ്പെട്ടവരെല്ലാം അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായിട്ടുണ്ടെന്നും മൃതദേഹങ്ങൾ പലതിൽ
പോലും അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത നിലയിലായിരുന്നു എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. 1995 മുതൽ 2014 വരെ ക്ഷേത്ര ഭരണകൂടത്തിന്റെ ശമ്പളക്കാരനായിരുന്ന ആളുടെ ഞെട്ടിക്കുന്ന തുറന്നുപറച്ചിൽ ഇതായിരുന്നു. ജൂൺ 18-നാണ് ഈ വെളിപ്പെടുത്തൽ പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് ദക്ഷിണ കന്നഡ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് ജൂലൈ 18-ന് SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി. ഇതോടെ ലോകത്തിന് മുന്നിൽ ധർമ്മസ്ഥല ദുരൂഹതകൾ ഉറഞ്ഞുകിടക്കുന്ന വന്യഭൂമിയായി മാറി. കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ നേത്രാവതി പുഴയുടെ സമീപത്തെ ഒരു ക്ഷേത്ര നഗരമായിരുന്നു ധർമ്മസ്ഥല. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 76 കിലോമീറ്റർ അകലെ മാത്രം. 8-ാം നൂറ്റാണ്ടോളം പഴക്കമുള്ള ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ധർമ്മസ്ഥലയുടെ പകലിരവുകൾ. ആദ്യകാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു. പിൽക്കാലത്ത് ഹിന്ദു ക്ഷേത്രമായും അറിയപ്പെട്ടു. ബണ്ട് ജാതിയിൽപ്പെട്ട ജൈന മതസ്ഥരുടെ വംശത്തിൽപ്പെട്ട ഹെഗഡെ കുടുംബമാണ് പരമ്പരാഗതമായി ഇപ്പോഴും ക്ഷേത്രം ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. കോടികൾ വരുമാനമുള്ള ക്ഷേത്രവും അനുബന്ധ സ്ഥാപനങ്ങളും ധർമ്മസ്ഥലയിലെ നാട്ടുപ്രമാണിമാർ കൂടിയാണ് ഹെഗ്ഡെ കുടുംബം. വീരേന്ദ്ര ഹെഗഡെ ആണ് നിലവിലെ ധർമാധികാരി. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ധർമ്മസ്ഥലയിലേക്ക് ഒഴുകിയെത്താറ്. ഉത്സവ സീസണുകളിൽ അത് 1 ലക്ഷം വരെ പോലും ആകാറുണ്ട്. പ്രധാനമന്ത്രിമാർ വരെ സന്ദർശനം നടത്തിയിട്ടുള്ള ക്ഷേത്രം, പുറമെ നിന്ന് വളരെ വിശുദ്ധമായ ഒരു ദൈവിക നഗരം. പിന്നെ എങ്ങനെയാണ് മരണം മണക്കുന്ന ഭൂമിയായി മാറിയത്? 500ഓളം ഏക്കർ വനമേഖലയിലാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല. പലയിടങ്ങളിൽ നിന്നും പലരും വന്നു പോകുന്ന ഇടം. ആരും ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. ചുറ്റിലുമുള്ള പ്രദേശങ്ങൾ നിയമവിരുദ്ധമായ പല പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയണമെന്ന് പോലുമില്ല. 1995 മുതൽ 2014 വരെ ബെൽത്തങ്ങാടി താലൂക്കിൽ ഏകദേശം 400-നും 462-നും ഇടയിൽ അസ്വാഭാവിക മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായാണ് അനൗദ്യോഗിക കണക്കുകൾ. 100 പേരുടെ മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ക്ഷേത്രത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഭീഷണിയെ തുടർന്നാണ് അത്രയേറെ മൃതദേഹങ്ങൾ പല സമയത്തായി മറവ് ചെയ്തതെന്നും ഇയാൾ പറയുന്നു. ഒടുവിൽ സ്വന്തം കുടുംബത്തിലെ തന്നെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹവും തന്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നതോടെ അയാൾ തകർന്നു. ഒടുവിൽ 2014-ൽ അയാൾ കുടുംബത്തിന്റെയും തന്റെയും ജീവൻ മുറുകെ പിടിച്ച് ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്തു. എന്നാൽ ഭയവും കുറ്റബോധവും പിന്നീടുള്ള കാലം അയാളെ അസ്വസ്ഥതപ്പെടുത്തി. തുടർന്നാണ് വിഷയങ്ങൾ ഉള്ളുനീട്ടിയ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. ധർമ്മസ്ഥല ഇപ്പോൾ സത്യം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേത്രാവതി സ്നാനഘട്ടത്തിനരികെ SIT സംഘം പരിശോധനയ്ക്കായി അടയാളപ്പെടുത്തിയ പോയിന്റുകളിൽ സത്യത്തിനായുള്ള ഖനനം നടക്കുന്നു. 3-ാം ദിവസത്തെ പരിശോധനയിൽ 6-ാം നമ്പർ പോയിന്റിൽ നിന്നും കണ്ടെടുത്ത മനുഷ്യ അസ്ഥികൂടങ്ങളും 11-ാം നമ്പർ പോയിന്റിനടുത്ത് കണ്ടെടുത്ത 100-ലേറെ അസ്ഥികളും തലയോട്ടികളും ആ ചോരക്കഥകളിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഇനിയുമുണ്ട് ബാക്കി പോയിന്റുകൾ. ഇവിടങ്ങളിൽ നിന്നെല്ലാം ഉത്തരം കിട്ടേണ്ടത് സൗജന്യയുടെ മാത്രം അരുംകൊലയ്ക്കല്ല. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ MBA വിദ്യാർത്ഥിയായിരുന്ന ഉടുപ്പി സ്വദേശിനി അനന്യ ഭട്ടിന്റെ തിരോധാനം, മലയാളിയായ പത്മലത എന്ന വിദ്യാർത്ഥിനിയുടെ ദുരൂഹമരണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് ആ വന്യഭൂമിയിൽ പൊടുന്നനെ ഇല്ലാതായി പോയവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങൾക്ക് കാലം കാത്തുവെച്ച അടയാളങ്ങൾക്ക് കൂടിയാണ്.